എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കിഡിലൻ സ്നാക്കും ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചായ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം തന്നെ ചെറിയ പീസുകളായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പഴം കംപ്ലീറ്റ് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ ഇതിലോട്ട് ഞാൻ 2 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്നാൽ 2 സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായുടെ സീഡും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അതല്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ. എന്നതിന് ശേഷം ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്തിട്ട് വരാൻ പോവുകയാണേ. അപ്പോൾ തന്നെ ഇവിടെ നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 പഴമൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു പഴത്തിൻ്റെ ആണല്ലോ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തതോ വറുക്കാത്തതോ ഏത് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെങ്കിലും 1 കപ്പ് അളവിൽ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വറുക്കാത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടതിന് ശേഷം നോക്കിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതിലോട്ട് ഞാനപ്പോൾ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിഞ്ച് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നുണ്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇട്ടാ എങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് അരിപ്പൊടി ചേർക്കാം. അതല്ല ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം കുറച്ച് കേട്ടോ ഒരു 1/4 ഗ്ലാസ് അളവിലൊക്കെ വെള്ളം എടുത്തിട്ട് ഒന്ന് ചേർത്തിട്ട് കുറച്ച് നമുക്ക് പഴംപൊരിയുടെ പരുവം എന്നൊക്കെ പറയില്ലേ, പഴംപൊരിക്ക് നമ്മൾ ബാറ്റർ കലക്കില്ലേ, മാവ് കലക്കില്ലേ, ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ ഇതാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണെങ്കിൽ ബാക്കിയുള്ള പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ടൈറ്റ് ആവും. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പറഞ്ഞാൽ ഒരു 1/4 ഗ്ലാസ് അളവിൽ ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 ഗ്ലാസ് അളവ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയില്ല അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, കൂടുതലില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറാണുള്ളതെങ്കിൽ അതാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്നതിന് ശേഷം നമുക്കിനി സ്പോട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താണെങ്കിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. നമുക്ക് സ്പോട്ടിൽ ഇനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അത് നമ്മുടെ എണ്ണ അതിനോടൊപ്പം തന്നെ നന്നായി ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടാണെങ്കിൽ ഇങ്ങനെ കോരിയിടാവുന്നതേ ഉള്ളൂ. ഞാൻ സ്പൂൺ വെച്ച് കുറച്ചൊന്ന് കോരിയിടുകയാണ് കേട്ടോ. ഒരുപാട് കനത്തിലായി പറഞ്ഞാൽ ചിലപ്പോൾ ഉൾവശം വേവാൻ ഇത്തിരി പണിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചായിട്ട് ഇടുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കുഴിയുള്ള ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കി പറഞ്ഞാൽ നല്ലവണ്ണം നമുക്കത് എണ്ണയപ്പം പോലെ പൊങ്ങി കിട്ടുന്നത്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചിട്ടാണ് പരന്ന പാത്രം വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എണ്ണ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലവണ്ണം അത് പൊങ്ങി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പാത്രത്തിൽ ഉണ്ടാക്കി പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് വെച്ച് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ ഒരു വശം നന്നായി ആയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ സ്പൂണിൽ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ലവണ്ണം പൊങ്ങി വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച് നന്നായി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം സൈഡിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തേത് നമുക്കൊന്ന് കൊരി മാറ്റാം. എങ്കിലപ്പോൾ ഈ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മറന്നു പോകരുത് കേട്ടോ. എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.